ഹലോ ബേബീസ്, ഇന്ന് നമ്മൾ ചേച്ചിക്ക് ഒരു എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നേ. അപ്പോഴാണ് എൻ്റെ ചുണ്ടിലൊരു വൃത്തികെട്ട ഉറുമ്പ് വന്ന് കടിച്ചത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, ആ മൂഡ് അങ്ങ് പോയി. അല്ലേലും എവിടെയെങ്കിലും പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ വന്നോളും എന്തേലും ഒരു ഇടങ്ങേറ്. പോകാനുള്ള സമയപ്പോഴത്തേക്കും ഹന്നതേ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്നു. പിന്നെ ഞങ്ങളിതേ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് ഇറങ്ങി. കുഞ്ഞുങ്ങളുള്ള വീടായ പിന്നെ അങ്ങനെയാണല്ലോ, ഇനിയിപ്പോൾ എവിടെ പോയാലും എല്ലാം കരുതണമല്ലോ. ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്കും ഹന്നപ്പം പിന്നെയും ആക്റ്റീവായി. സ്വന്തം കാലയിലെ സോക്സ് വലിച്ചു പറിച്ച് കീറിക്കൊണ്ടിരിക്കുക. ചുവപ്പ് കളർ എവിടെ കണ്ടാലും ഞങ്ങൾ വെറുതെ വിടാറില്ല. പിന്നെ ഇയാൾക്ക് ഓട്ടോയിലൊക്കെ കയറിയിരുന്ന് കാഴ്ച കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ എത്തുന്നത് വരെ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. SN കോളേജിന്റെ പുറകിലുള്ള SN ട്രസ്റ്റ് എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു കേട്ടോ ചേച്ചിക്ക് എക്സാം. നല്ല ഭംഗിയായിട്ട് അവരോട് ചെടിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചെടിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട, പൂക്കളൊക്കെ കണ്ട എനിക്ക് പണ്ടേ ഒരു ക്രേസാണ് ഇതിനൊക്കെ പിടിക്കാനും തൊടാനും ഒക്കെ. പിന്നെ ഞങ്ങൾ കുറേ നടന്നിട്ടാട്ടോ അവസാനം ചേച്ചിയുടെ ഹോളൊന്ന് കണ്ടുപിടിച്ചത്. പക്ഷെ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എക്സാമിൻ്റെ ടെൻഷനൊന്നും അല്ല, എക്സാമിന് ആളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഹന്നു ഇത്രയും നേരം ഒറ്റയ്ക്ക് ഇരിക്കുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കയറുന്നവരെ. നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും ഇരുന്ന് നല്ല പഠിത്തം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരോ ആണ് കേട്ടോ. കാരണം ഇത് LP UPയുടെ എക്സാം ആണ് ഇപ്പം നടക്കുന്നത്. ഞാൻ ചേച്ചിനെ എക്സാം ഹാളിൽ കയറ്റി ഇരുത്തിയെങ്കിലും ഞാൻ കമ്പനിക്കൊന്ന് കൂടെ കയറി ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ പ്രിൻസിപ്പാൾ അനൗൺസ് ചെയ്യുന്നു, പരീക്ഷാർത്ഥികളെ ശല്യപ്പെടുത്തുന്ന എല്ലാ അലവലാദികളും പുറത്തിറങ്ങി നിൽക്കണമെന്ന്. അങ്ങനെ പിന്നെ ഞാനത് കേട്ടപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനും പുറത്തിറങ്ങി. ചേച്ചിക്കൊരു കമ്പനിക്ക് ചേച്ചിയുടെ പണ്ടത്തെ ക്ലാസ്മേറ്റിനെ കിട്ടിയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഈ കിളിക്കൂട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനത്തെ കിളിക്കൂട് വീട്ടിലൊരെണ്ണം ഉണ്ടാക്കണമെന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു. അങ്ങനെ എക്സാം തുടങ്ങി. ആദ്യമൊക്കെ ഹന്നന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ആളുടെ മട്ടും ഭാവമൊക്കെ മാറി നാഗവല്ലിയായിട്ട് മാറാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പൂങ്കായൊക്കെ പറിച്ച് കൊടുത്ത് പാട്ടൊക്കെ പാടി ആളെ 3:30 വരെ ഇരുത്തി. ഇപ്പം മനസ്സിലായില്ല എല്ലാവരും കൂടി വന്നതിൻ്റെ കാര്യം. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് നാളെ വെള്ളം കുടിക്കുവാണ് കേട്ടോ. ഒന്നും എഴുതിയിട്ടില്ലെന്നാ തോന്നുന്നത്. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. പിന്നെ ഞാനും കുറേ എക്സാം എഴുതി പാളിയിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ അമ്മയും മോളും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മാറിയിരുന്നതിന് ശേഷം ഹന്നുവിന് എന്തൊരു സ്നേഹമായിരുന്നെന്നോ അമ്മേനെ കണ്ടപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു മതി വണ്ടി എടുക്കുക, എനിക്ക് വിശക്കണമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് 4 മണിയൊക്കെ ആവാനായപ്പോഴാണ് അവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ ചായ ആദ്യം തന്നെ പറഞ്ഞായിരുന്നേ. ആ ചായ കുടിച്ചപ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, വല്ലാത്തൊരു ആശ്വാസം തോന്നി. അപ്പം പിന്നെ സമയം കഴിഞ്ഞു എന്നും പറഞ്ഞൊരു പഴംപൊരി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ പൊറോട്ടയും ചില്ലി ബീഫും ആണ് വാങ്ങിച്ചത്. ചില്ലി ചിക്കനാണ് ഉദ്ദേശിച്ചതെങ്കിലും പക്ഷിപ്പനിയായതുകൊണ്ട് നമുക്ക് ചിക്കൻ എവിടെ നിന്നും കിട്ടാനില്ല. അതുകൊണ്ട് ചില്ലി ബീഫിൽ ഒതുക്കേണ്ടി വന്നു കേട്ടോ. പക്ഷേ അതേതായാലും നല്ലതായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയും കൂടി പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇടി തുടങ്ങിയായിരുന്നു. നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല അടിപൊളി ചില്ലി ബീഫും ആയിരുന്നു കേട്ടോ. പിന്നെ ഡയറ്റാണ്, ഞാൻ ബീഫ് അധികം കഴിക്കുന്നില്ലെന്ന് ആദ്യം വെച്ച് കാച്ചിയെങ്കിലും സംഭവം വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ശറവറ പോളിംഗ് ആയിരുന്നു. നല്ല ചൂടായത് കാരണം എനിക്ക് ആദ്യം ഈ പൊറോട്ടയിൽ ബീഫ് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ സവാളയൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ബീഫ് എടുത്തത് വെച്ച് കഴിച്ചു കേട്ടോ. ചേച്ചി പിന്നെ എന്നെ പോലെയല്ല, ചേച്ചി ഫാസ്റ്റ് ഈറ്ററാണ്, ഞാൻ സ്ലോ ഈറ്ററാണ്. ഞാൻ പതുക്കെ ഫുഡ് വെച്ച് ആസ്വദിച്ച് ഞാൻ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിലും ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ആസ്വദിച്ച് കഴിക്കാനുള്ളതല്ലേ. അത് ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. നമ്മളിന്ന് ഫുഡ് കഴിച്ചത് അർത്തുങ്കപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള ഫുഡ് കോർട്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പള്ളിയിലോട്ട് കയറാൻ പോയപ്പോഴാണ് ഹന്നു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഹന്നുവിനെ നമ്മൾ ഇനിയും വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ട് അധികം കയറാണ് ഞങ്ങൾ നിറച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഹന്നുവിൻ്റെ ഇന്നത്തെ ഉറക്കം ശരിയാകാഞ്ഞുകൊണ്ട് തന്നെ ഓട്ടോയിൽ കയറി 2 സൈഡിൽ നിന്ന് നല്ല കാറ്റൊക്കെ അടിച്ചപ്പോൾ തന്നെ ആള് ഫ്ലാറ്റായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.